പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സായം സന്ധ്യയിൽ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രത്യേക മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ കർത്താവ് എന്നെയും സഹായിച്ചു. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദൈവിക കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചില വാചകങ്ങൾ ഈ ഗ്രൂപ്പിനെ കുറിച്ച്, ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയെക്കുറിച്ച് പറയാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ആദ്യമേ തന്നെ ഞാൻ എൻ്റെ വ്യക്തിപരവും ഈ ഗ്രൂപ്പിനോടുള്ള ബന്ധത്തിൽ, ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയുള്ള ബന്ധത്തിൽ എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്, സന്തോഷം അറിയിക്കുകയാണ്. കാരണം ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ചില നാളുകളായി ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് റോസ് ഫാമിലി ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പിൻ്റെ പുറകിൽ 2 വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ഫേസ്ബുക്കിൽ തിരുവചന ഘോഷണം നടക്കുന്നുണ്ട്. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ ഉണ്ട്. ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള അനേകർ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാറുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പുറകിലുണ്ട്. അതുപോലെ തന്നെ റീൽസ്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ എല്ലാ ആധുനിക മാധ്യമങ്ങളും മെത്തേഡ്സും സോഷ്യൽ മീഡിയയുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവവചനം എല്ലായിടത്തും എത്തണം, ദൈവവചന ഘോഷണം നടക്കണം, കർത്താവിനെ അറിയാത്തവർ കർത്താവിനെ അറിയണം. ഇതാണ് വാസ്തവത്തിൽ ഈ ഗ്രൂപ്പ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാനും ഒരു അഡ്മിനായി പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചു. എന്നാൽ കഴിയുന്നത് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം എന്നെയും നിലനിർത്തുന്നു. ഈ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചറെ കുറിച്ച് പറഞ്ഞാൽ, ഈ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിനുണ്ട്, ഡയറക്ടറുണ്ട്, സിസ്റ്റർ റോസ്ലിൻ സുരേഷ് ഈറോഡ്. ആ സഹോദരി ഈറോഡിലാണ് ആ ദൈവദാസി താമസിക്കുന്നത്. വളരെയധികം ഡെഡിക്കേഷനോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി ഈ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നു, ഈ ഗ്രൂപ്പിനെ നടത്തുന്നു. തീർച്ചയായിട്ടും ആ സഹോദരിയുടെ പ്രവർത്തനമാണ് വാസ്തവത്തിൽ ഈ ഫേസ്ബുക്ക് ഇത്രത്തോളം വിശാലമായി തീരുവാനുള്ള കാരണം. ഈ ഗ്രൂപ്പിൽ അനേകർക്ക് ഇത്രയും നാളും കൊണ്ട് അനേകർക്ക് പ്രസംഗിക്കാനും തിരുവചനം ഘോഷിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം പോലും തിരുവചന ഘോഷണം ഇരുന്നിട്ടില്ല. കൊറോണ വന്നപ്പോഴും മറ്റു തടസ്സങ്ങൾ വന്നപ്പോഴും ഒക്കെ അതിൻ്റെ പ്രവർത്തനം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അഡ്മിനിമാരെ കുറിച്ച് പറയുമ്പോൾ, ഇന്ത്യക്കകത്തുള്ളവരുണ്ട്, ഇന്ത്യക്ക് വെളിയിലുള്ളവരുണ്ട്. ആത്മാർത്ഥതയുള്ള അഡ്മിൻസാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ഇതിൻ്റെ സെലിബ്രേഷൻ നടക്കുന്ന ഈ സമയത്ത് ഞാനും ആ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നോട്ടുള്ള സഹകരണവും അതുപോലെ തന്നെ കൈത്താങ്ങലും എല്ലാ തരത്തിലും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അല്പം കൂടി വിശാലമാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ആവശ്യം. പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സന്തോഷത്തിൽ ഞാൻ പങ്കുകൊണ്ട് ഞാൻ എൻ്റെ വചനഘോഷത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. മുകളിൽ കൊടുത്ത ടൈറ്റിൽ പ്രകാരം മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള ഭാഗമാണ് പ്രിയമുള്ളവരെ ഞാൻ ഈ ചിന്തയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. അന്ന്
അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന് പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറികൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്കുക. കാറ്റും അമർന്നു വലിയ ശാന്തതയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ വാക്യം, ഈ വേദഭാഗം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പോലും സൺഡേ സ്കൂൾ പഠിക്കുന്നവർക്ക് ഇതറിയാം. എന്നാൽ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തിലുള്ള ചില പ്രത്യേക കാര്യങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, സന്ധ്യയായ സമയമാണ്. യേശു ശിഷ്യന്മാരെ വിളിച്ച് അക്കരയ്ക്ക് പോവുകയാണ്. ഇവിടെ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ യേശുവിനറിയാം. യേശു വെറുതെ അവരെ കൊണ്ടുപോവുകയല്ല. ചില പ്രശ്നങ്ങൾ ആ ശിഷ്യന്മാരെ ഒന്ന് കാണിക്കാനാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് തന്നെ വലിയ ചുഴലിക്കാറ്റുണ്ടായി. ഞാൻ രാജസ്ഥാനിൽ മരുഭൂമിയിൽ, രാജസ്ഥാനിലാണ് താമസിക്കുന്നത്. ചുഴലിക്കാറ്റ് ഇടയ്ക്ക് എനിക്ക് കാണാനുള്ള ഭാഗ്യം ഒത്തിട്ടുണ്ട്. പടകിൽ തിര തള്ളിക്കയറി പടക് മുങ്ങുമാറി. യേശു അവിടെ എന്ത് ചെയ്യാന്ന് അറിയാമോ? ഇത്രയും പ്രശ്നങ്ങളും ചുഴലിക്കാറ്റും തിര തള്ളുമ്പോഴും പടക് മുങ്ങുമ്പോഴും യേശു അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന, യേശു അമരത്ത് തല വെച്ച് ഉറങ്ങുകയാണ്. അവർ മുങ്ങുന്ന അവസ്ഥയായപ്പോൾ അവരെന്താണ് ചെയ്തത്? യേശുവിനെ വിളിച്ചുണർത്തി. അപ്പോൾ യേശു ചെയ്തത്, കാറ്റിനെയും കടലിനെയും യേശു ശാസിക്കുകയാണ്. അടങ്ങുക, ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? കാറ്റും കടലും ശാന്തമായി. പ്രിയമുള്ളവരെ, നമ്മുടെ മനുഷ്യ ജീവിതത്തിലും കടലിനെ പോലെ അതിൽ കാറ്റുകൾ, തിരമാലകൾ, അലകൾ അടിക്കാൻ സാധ്യതയുണ്ട്. കൊടുങ്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ പിടിച്ച് കുലുക്കാറുണ്ട്. എന്നാൽ വിശ്വാസ പടകം മുങ്ങുന്ന അവസ്ഥയിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ചില രോഗങ്ങൾ, ചില ഭാരങ്ങൾ, ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചില കുടുംബത്തിൻ്റെ ചില വിഷയങ്ങൾ, കടബാധ്യതകൾ, ചില നഷ്ടങ്ങൾ, ഇനി എങ്ങനെ പോകും, എന്ത് ചെയ്യും എന്ന് നമ്മൾ ചിന്തിക്കുന്ന വേളയിൽ നമുക്കൊരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥ. മുൻപോട്ട് എങ്ങനെ പോകണം നമുക്കറിയില്ല. നമ്മൾ പോലും ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ. എന്നാൽ പ്രിയമുള്ളവരെ, കടലിനെയും തിരമാലകളെയും ശാന്തമാക്കിയ കർത്താവ് നമ്മുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റിനെയും ശാന്തമാക്കാൻ അവന് കഴിയും എന്ന് നമ്മൾ കർത്താവിൽ വിശ്വസിക്കണം. ആ കർത്താവിന് നമ്മുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കാൻ കഴിയും. നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കൂടുതൽ കർത്താവിൽ ആശ്രയിക്കണം. നമുക്കറിയാം, യേശുവിനിൽ നമ്മൾ ശ്രദ്ധിക്കണം. അവന്റെ തിരുമുഖത്തേക്ക് നമ്മൾ നോക്കണം. ആ കർത്താവ് നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുന്നവനോ തള്ളുന്നവനോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലെ കാറ്റുകൾ, പ്രശ്നങ്ങൾ ശാന്തമാകും നമ്മൾ വിശ്വസിക്കണം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് നമ്മൾ ചിന്തിക്കരുത്, പോസിറ്റീവേ ചിന്തിക്കാവൂ. ഇന്ന് ആരെങ്കിലും പ്രശ്നത്താൽ കുഴയുന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കാണുവാൻ ദൈവത്തിന് കഴിയും. ആ ദൈവത്തെ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു: അലകൾ പടകിലാടിച്ചെന്നാൽ അല്ലൊരൽപ്പവുമില്ല എനിക്ക്. അലകൾ പടകിലാടിച്ചെന്നാൽ അല്ലൊരൽപ്പവുമില്ല എനിക്ക്. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ അഭയമാണെൻ്റെ അരികിലുണ്ട്. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ പടകിൽ വരുന്ന അലകളും തിരമാലകളും
ഞാൻ പറയട്ടെ, അതിനെ ശാന്തമാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. പ്രിയമുള്ളവരെ, മാർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം അതിന് 41-ാം വാക്യം വായിക്കുമ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ? ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. കാറ്റിനെയും കടലിനെയും അവൻ ശാസിച്ചു, ആ ശാസന അത് കേട്ടു, അനുസരിച്ചു. അപ്പോൾ ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ പറയുകയാണ്, ഇവൻ ആർ? Even are, who then disease that he commands even the winds and the water, and they obey him. Who then this? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും അനുസരിക്കുവാൻ ഇവൻ ആരാണ്? പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇരച്ചു പൊങ്ങുന്ന കടൽ, ഇരച്ചിരമ്പുന്ന കടലാ, കുതിച്ചുയരുന്ന തിരമാലകളാ. ഇവിടെ സൃഷ്ടാവിനെ അനുസരിക്കുക. ഏതാണ് സൃഷ്ടി? കാറ്റും കടലും. സൃഷ്ടാവാരാണ്? കർത്താവ്. കർത്താവിൻ്റെ ആജ്ഞ, കർത്താവിൻ്റെ കമാൻഡ് അതനുസരിച്ചു. സൃഷ്ടാവിനെ അനുസരിക്കുക. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, യേശു കർത്താവാണ് ആ പ്രകൃതിയെ നിയന്ത്രിക്കുന്നത്. യേശുവിനെ നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? യേശു ആണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഇവിടെ പ്രകൃതി പോലും യേശുവിനെ അനുസരിക്കുന്നു. നമുക്കറിയാം, ചിലർ യേശുവിനെ കാണുന്നത് ഒരു ലോക ഗുരുവായിട്ട്, വേൾഡ് ടീച്ചർ. മറ്റ് മഹാന്മാരെ പോലെ, മറ്റ് പണ്ഡിതന്മാരെ പോലെ, മറ്റ് സ്കോളേഴ്സിനെ പോലെ യേശുവിനെ അവർ കണക്കാക്കി വെച്ചിരിക്കുക. അവരുടെ യേശുവിൻ്റെ ഫോട്ടോയുമുണ്ട്. ചിലർ കണക്കാക്കുന്നത് അവർ യേശുവിനെ കൂടാതെ ദൈവമുണ്ടെന്ന് വാദിക്കുന്നവരുണ്ട്. യേശുവിനെ കൂടാതെ ദൈവമുണ്ടെന്ന് വാദിക്കുന്നവരുണ്ട്. ചിലരെങ്ങനെയാണെന്നറിയാമോ? യേശുവിനെ ദൈവങ്ങളിൽ ഒരാളായി കണക്കാക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, ബൈബിൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഈ യേശു ആരാണ്? യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഉൽപ്പത്തി 1:1 നമ്മൾ വരുമ്പോൾ, ആദിയിൽ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 1:1 ഇതേ കമ്പാരിസൺ, ഇതേ രൂപത്തിലൊരു വാക്യം നമുക്ക് അവിടെ യോഹന്നാൻ 1:1 അവിടെ കാണുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രിയരെ, 1:14 വരുമ്പോൾ ആ വചനം ലോഗോസ് എന്തായി മാറിയെന്നറിയാമോ? വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ആരായി യേശു? ആരാണ് യേശു? വചനം ജഡമായി, വചനം ലോഗോസ് ജഡമായി മാറുന്നു. ഒരു വേഷത്തിൽ മനുഷ്യനായി യേശു മാറുകയാണ്. ആരാ? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി, മനുഷ്യരോടുള്ള ബന്ധത്തിൽ അവൻ ഒരു മനുഷ്യ വേഷത്തിൽ ഈ ഭൂമിയിൽ കടന്നു വന്നു എന്നാണ് അതിൻ്റെ സാരാംശം. നമ്മൾ ഏദൻ തോട്ടത്തിൽ ആദാം അവയെക്കുറിച്ച് നമുക്കറിയാം. അവരോട് ദൈവം പറഞ്ഞു, നിങ്ങൾ നന്മതിന്മകളെ അറിയുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത്. പക്ഷേ അവർ സാത്താന്റെ വാക്ക് കേട്ടു. എന്താണ് സംഭവിച്ചത്? തോട്ടത്തിൽ നിന്ന് വെളിയിലായി. അവർ കൽപ്പന ലംഘനം ചെയ്തു. അവർ പാപത്തിനടിമയായി. പ്രിയമുള്ളവരെ, ദൈവം അവരെ തള്ളിവിട്ടു, ദൈവം അവരെ ഇറക്കി വിട്ടു. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന 10 തലമുറ, 10ാം തലമുറയിലേക്ക് വന്നപ്പോൾ ജനം ദൈവത്തിൽ നിന്ന് വീണ്ടും അകലാൻ തുടങ്ങി. പാപത്തിന്റെ അടിമകളായി. ദൈവത്തെ ആർക്കും വേണ്ട, ദൈവത്തെ വിശ്വസിക്കാൻ ആർക്കും കഴിയില്ല. ദൈവം സ്വർഗത്തിൽ നോക്കിയപ്പോൾ നീതിമാനായിട്ട് നോഹയല്ലാതെ മറ്റാരെയും കാണുന്നില്ല. ആ ജനതയെ മൊത്തം ദൈവം തടുത്തു. ജലം കൊണ്ട്, വെള്ളം കൊണ്ട് ജലപ്രളയത്താൽ നശിപ്പിക്കുക. പ്രിയരെ, ദൈവത്തിന്റെ ചിന്ത എന്തുവാ? മനുഷ്യൻ ദൈവത്തെ ആരാധിക്കണം. മനുഷ്യൻ അകന്നു പോകാൻ പാടില്ല. ദൈവത്തിന്റെ ഒരു പർപ്പസാണത്, ദൈവത്തിന്റെ ഒരു താല്പര്യമാണത്. ദൈവം, വീണ്ടും നമുക്ക് ബൈബിൾ പഠിക്കുന്നവർക്കറിയാം, ദൈവം പലരെയും വിളിക്കുന്നുണ്ട്. അബ്രഹാമിനെ വിളിച്ചു, യാക്കോബ്, ഇസഹാക്ക്, അതുപോലെ തന്നെ ശേഷം ദാവീദ്, പലരുമായി ദൈവം ബന്ധപ്പെടുന്നുണ്ട്, ദൈവത്തിന്റെ അരുളപ്പാട് കൊടുക്കുന്നുണ്ട്. പ്രിയരെ, നമുക്കറിയാം, മിസ്രൈമിൽ ഇസ്രായേൽ മക്കൾ മരുഭൂമി യാത്ര ചെയ്യുമ്പോൾ ആ സമാഗമന കൂടാരത്തിലും ഉണ്ട് ദൈവം. ദൈവം അവരുടെ ഇടയിൽ പാർക്കുക, ദൈവം അവർക്ക് ഗൈഡൻസ് കൊടുക്കുക.
നമുക്കറിയാം, ദൈവം ഇടയ്ക്ക് പ്രവാചകന്മാരുമായി അരുളപ്പാട് കൊടുക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ദൈവത്തെ അറിയാത്ത, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്ത മനുഷ്യർ ദൈവം വീണ്ടുവെന്നെടുത്തു. നമുക്കറിയാം, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവം ഒരു ജനതയെ ദൈവം തിരഞ്ഞെടുക്കുക, സെലക്ട് ചെയ്യുക. അതാണ് പ്രിയമുള്ളവർ ഇസ്രായേൽ മക്കൾ. ദൈവത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം എന്തുവാ? തീർച്ചയായിട്ടും ദൈവത്തെ ജനം ആരാധിക്കും, ദൈവത്തെ ജനം വിശ്വസിക്കും. പക്ഷേ ആ ഇസ്രായേൽ മക്കൾ എന്തെന്നറിയാമോ? അവർ യേശുവിനെ തള്ളിയെന്ന് മാത്രമല്ല, യേശുവിനെ ക്രൂശിക്കുന്ന അവസ്ഥയിലേക്കായി എത്തിയത്. പ്രിയരെ, നമുക്കറിയാം, പഴയ നിയമം കഴിഞ്ഞ് പുതിയ നിയമം തുടങ്ങിയ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനിടയ്ക്ക് 400 വർഷത്തെ ഗ്യാപ്പ് ഏകദേശം ഉണ്ടെന്ന് ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ശേഷം ദൈവം അതേ ഒരു കന്യകയിൽ ജനിക്കുന്നു, മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി. ഫിലിപ്പിയർ 2:5-7 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളുന്നത് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി. പൗലോസ് പറഞ്ഞതാ, ഫിലിപ്പ് സഭയോട് പറഞ്ഞതാ, അവൻ വേഷത്തിൽ മനുഷ്യനായി. അപ്പോൾ who was in the form of God but did not count equally with not a thing to be grasped. അവിടെ പറയുന്ന 6 കൂട്ടം കാര്യങ്ങൾ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കുന്നു, ശേഷം ദാസരൂപം എടുത്തു, അവൻ മനുഷ്യ സാദൃശ്യത്തിലായി, വേഷത്തിൽ മനുഷ്യനായി, തന്നെത്താൻ താഴ്ത്തി. പ്രിയമുള്ളവരെ, അവൻ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ അനുസരണമുള്ളതായി മാറുകയാണ്. യേശുവിനെ നേരിട്ട് കാണാത്ത പൗലോസ് തൻ്റെ ദർശനത്തിൽ കൂടി യേശുവിനെ ഇവിടെ വരച്ചു കാണിച്ചിരിക്കുകയാണ്. മറ്റു ശിഷ്യന്മാരെ പോലല്ല പൗലോസിന്റെ മനത്തിൽ ആ പഴയ നിയമത്തിൽ കാണുന്ന യഹോവ മാത്രമേ ഉള്ളൂ. പക്ഷേ ഡമാസ്കസിന്റെ പടിവാതിൽ വെച്ച് യേശുവിനെ അറിഞ്ഞപ്പോൾ അവൻ കുതിരപ്പുറം താഴെ വീണു. അന്ന് മുതൽ അവൻ യേശുവിന് വേണ്ടി അവൻ ജീവിക്കുക. ആ പൗലോസാണ് ദർശനത്തിൽ കൂടി, പരിശുദ്ധാത്മാവിൽ കൂടി ഈ എഴുതിയിരിക്കുന്ന ഫിലിപ്പ് ലേഖനത്തിൽ. പ്രിയരെ, കൊലോസ്യർ 1:15 വീണ്ടും നമ്മൾ കാണുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യ ജാതനമാകുന്നു. കൊലോസ്യർ 2:9 വായിക്കുമ്പോൾ അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. പ്രിയരെ, നമുക്കൊരു ദൈവം എന്ന് പറയുന്നത് ഒരു ചേറിൽ ഇരിക്കുന്ന ആളല്ല. ദൈവം ആത്മാവാണ്, ഗോഡ് ഈസ് സ്പിരിറ്റ്. അങ്ങനെ നമ്മളെ ബൈബിൾ പഠിപ്പിക്കുന്നത്. ആത്മാവായ ദൈവത്തെ നമുക്കൊരു നാളും കാണുവാനോ കഴിയില്ല. ആത്മാവിന് മജ്ജയില്ല, മാംസമില്ല. എന്നാൽ ആത്മാവായ ദൈവത്തിന് രൂപമില്ലെന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം യഹോവയായ ദൈവം. ഉൽപ്പത്തി 1:1 പറയുന്ന ദൈവം ഉൽപ്പത്തി 2 വരുമ്പോൾ യഹോവയായി. പ്രിയരെ, അവിടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ദൈവത്തിന് 2 രൂപമാണ് നമുക്ക് ബൈബിളിൽ കാണുന്നത്. ഒന്ന് ഒരു ഫിസിക്കൽ രൂപം, 2 ഒരു ഹ്യൂമൻ രൂപം, ഫോം. ഫിസിക്കൽ രൂപമാണ് യഹോവയ്ക്ക് രൂപമില്ല. പക്ഷേ ഉൽപ്പത്തി 1:26 വരുമ്പോൾ വരിക, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് അവിടെ എഴുതിയിരിക്കുക. അവിടെയാണ് ദൈവം രൂപം എടുക്കുന്നത്. കന്തന മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി അങ്ങനെയാണ് ആദാം സൃഷ്ടിക്കപ്പെട്ടത്. പിന്നെ നമ്മൾ കാണാൻ കഴിയുന്നത് ഒരു ഹ്യൂമൻ ഫോം. അതാണ് കർത്താവ്, അതാണ് യേശു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഹ്യൂമൻ ഫോം ഓഫ് ഗോഡ് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ കടന്നു വന്നത്, പ്രിയമുള്ളവരെ, വേഷത്തിൽ മനുഷ്യനായത് ആരാ? അതാണ് യേശു ക്രിസ്തു, അതാണ് കർത്താവ്. എന്നാൽ ചിലർക്ക് യേശുവിനെ അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. അവർ നോക്കുമ്പോൾ യേശു ഒന്നുമല്ല. അവർ പറഞ്ഞ് യേശു സൃഷ്ടിയാണ്, യേശുവിനെ കൂടാതെ ഒരു ദൈവമുണ്ടെന്ന് അവർ വാദിക്കുക. അതുകൂടാതെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ആരാ? ഈ യേശു കർത്താവാ. സൃഷ്ടാവായ ദൈവത്തിന് ആ ദൈവത്തിന്റെ ആജ്ഞകൾ, ദൈവത്തിന്റെ കമാൻഡ്സ് അനുസരിക്കുന്നു പ്രകൃതി, നേച്ചർ. നമുക്കറിയാം, നമ്മുടെ പ്രശ്നങ്ങൾ നാം എന്താ ചെയ്യേണ്ടത്? കർത്താവിന് വിട്ടുകൊടുക്കണം. നാം ഡോക്ടറാകാൻ ശ്രമിക്കരുത്, നാം പരിഹാരം നോക്കരുത്. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? കർത്താവിന് ആ വിഷയം വിട്ടുകൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റിന് അനുഭവങ്ങൾ പലതരത്തിലാണ് പ്രിയമുള്ളവർ കടന്നു വരുന്നത്.
ചിലരാണെങ്കിൽ കടബാധ്യത കൊണ്ട് കുഴഞ്ഞിരിക്കുക. ഒരു കടം വിട്ടാൽ ഒരിടത്തുനിന്ന് കടം വാങ്ങിക്കും, ശേഷം ആ കടം വിട്ടാൽ വേറൊരിടത്ത് വാങ്ങിക്കും. അവസാനം ചില മാസങ്ങൾ കഴിയുമ്പോൾ 4 വശത്തുനിന്ന് കടം കൊണ്ട് ആ വ്യക്തി ഇഹലീല വെടിയുന്ന അവസ്ഥയാണ്. ചിലരോ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് തകർന്നിരിക്കുക. അവർക്ക് ഇന്നലത്തെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. ഇന്നലത്തെ ആ ആത്മീക തീഷ്ണത നഷ്ടപ്പെട്ടു. പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു. ചിലർക്കോ അടിക്കടി രോഗങ്ങളാ, പരിഹാരമില്ല, ഒരു വിടുതലില്ല. പ്രിയരേ, നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കർത്താവിനെ നമുക്ക് ഉണർത്താം. നിന്റെ വിശ്വാസപ്പടയിൽ കർത്താവ് ഉറങ്ങുകയാണോ? നീ ഒന്ന് പരിശോധിക്ക്. ഒരു പക്ഷേ നീ ഉറങ്ങുകയാകാം. നീ നേരിടുന്ന പ്രശ്നം കർത്താവ് അറിയുന്നില്ല, കർത്താവ് ഉറങ്ങുക. നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കർത്താവിനെ വിളിക്കണം, ഉണർത്തണം. അവൻ ഉണർന്ന് നമ്മളെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവൻ ശക്തനാണ്. നമുക്കറിയാം, കർത്താവിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ വിശ്വാസ പടകിൽ കർത്താവ് ഉറങ്ങും. പലരുടെയും വിശ്വാസം വളരെ രസകരമാണ്. ബാലനാകുന്ന യേശു മാതാപിതാക്കളൊത്ത് യെരുശലേം ദേവാലയത്തിൽ ആരാധന കഴിച്ച് തിരിച്ചു വരുമ്പോൾ 3 ദിവസമായി. അപ്പോഴാണ് പേരൻസ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത്. യേശു എന്ന ബാലനെ കാണാനില്ല. നോക്കിയപ്പോൾ യേശുവേ നീ എവിടാ? അവസാനം അവർ അന്വേഷിച്ച് എന്തെടുത്തറിയാമോ? യെരുശലേം ദേവാലയത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവരെ യേശു വലിയ ശാസ്ത്രിമാരോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലൻ. പലരുടെയും വിശ്വാസയാത്രയിൽ യേശു കൂടെ ഇല്ല. ഇവിടെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അവരുടെ പടകിൽ യേശു ഉണ്ട്, പക്ഷേ യേശു ഉറങ്ങുക. പ്രിയമുള്ളവരെ, കർത്താവിൽ നാം അകലുമ്പോൾ നിന്റെ കർത്താവ് വിശ്വാസ പടകിൽ ഉറങ്ങും. ഇന്ന് നീ പൂർണ്ണമായി യേശുവിനെ അറിയാതെ നീ മുന്നോട്ട് പോകുക. നീ ചോദിക്കും നിന്റെ മനസ്സിൽ, ഈ യേശു ആരാ? യേശു ലോകം പറയുന്ന യേശു അല്ല. നിനക്കൊരു കാഴ്ചപ്പാടും ഉണ്ടാകണം യേശുവിനെ കുറിച്ച്. രണ്ടാമത്തെ പോയിന്റ്, പ്രിയമുള്ളവരെ, നമുക്ക് ദ ലോർഡ് ലെഡ് ദം ഇൻടു സ്ട്രോം. ദൈവം കർത്താവ് അവരെ കൊടുങ്കാറ്റിലേക്ക് അവരെ ഒന്ന് കൊണ്ടുപോയതാ. നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക്, നീ ഇന്ന് അനുഭവിക്കുന്ന വേദനയ്ക്ക് നീ മനസ്സിലാക്കണം, നിന്നെ കർത്താവ് നിന്നെ പഠിപ്പിക്കുക, നിന്നെ ചിലത് കാണിക്കുക, നിന്റെ അനുഭവത്തിലേക്ക് ചിലത് കൊണ്ടുവരിക. നീ പേടിച്ച്, നീ വിഷമിച്ച് വേദനിക്കുക, പക്ഷെ കർത്താവ് നിന്നെ ചിലത് പഠിപ്പിക്കുക. ചില നുറുക്കങ്ങൾ. 5 അപ്പവും 2 മീനും അപ്പം യേശു എടുത്ത് നുറുക്കിയപ്പോഴാണ് പ്രോസ്പെരിറ്റി വർധനമുണ്ടാകുന്നത്. ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം കർത്താവ് നിന്നെ നേരിട്ട് കാണിക്കുക. ഇവിടെ നോക്കുക, കർത്താവ് അവരോട് പറയുകയാണ്, ശിഷ്യന്മാരോട്, ലെറ്റ് us go over to the other side of the lake. നമുക്ക് ഈ ലേക്കിൻ്റെ മറ്റേ കരയിലേക്ക് പോകാം. യേശു അവരെ നിർബന്ധമായിട്ട് കൊണ്ടുപോവുക. പ്രിയമുള്ളവരെ, ശിഷ്യന്മാരും കൊടുങ്കാറ്റുമായി ഇവിടെ ഒരു എൻകൗണ്ടർ ആണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഒരു വശത്ത് ശിഷ്യന്മാർ, മറുവശത്ത് കൊടുങ്കാറ്റ്. ഇതിനിടയ്ക്ക് അവർ തമ്മിൽ ഒരു എൻകൗണ്ടർ നടക്കുക. കർത്താവ് അവരെ നിർബന്ധിച്ച് കൊണ്ടുപോയതാ. ഗലീല കടൽ നമുക്കറിയാം 13 മൈൽ നീളം മാത്രമേ ഉള്ളൂ. ഗലീല കടലിന് 7 മൈൽ വീതിയാണുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 700 അടി താഴ്ന്ന പ്രദേശമാണ്. ചുറ്റുപാടുകൾ അവിടെ ഉണ്ട്. ശിഷ്യന്മാർ കൊടുങ്കാറ്റിൽ കണ്ട് ഭയപ്പെടുകയാണ്. എന്നാൽ യേശു കൊടുങ്കാറ്റിനെ കൂടി അവരെ കുറിച്ചുള്ള കർത്താവിന്റെ ജ്ഞാനം വെളിപ്പെടുത്തുകയാണ്. നിന്നെ ചിലവ് ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നീ ശരിയായി ഒന്ന് തീയിൽ ഊതിക്കഴിച്ച പോലെ വരാൻ വേണ്ടിയാ. നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിന്റെ കണ്ണുനീരാണ് കാരണം. കർത്താവ് നിന്നെ ചിലത് പഠിപ്പിക്കുക. നീ മനസ്സിലാക്ക്, നീ പുറകോട്ട് പോകാനല്ല, നിന്റെ വിശ്വാസം നീ വർദ്ധിപ്പിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ ചിലത് കൊണ്ട് കാണിക്കുക. കർത്താവ് ഈ കൊടുങ്കാറ്റിലേക്ക് കർത്താവാണ് നിന്നെ കൊണ്ടുവന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ അത് കർത്താവ് അനുവദിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അറിയാത്ത ഒന്നും സംഭവിക്കുന്നില്ല. പ്രിയരെ, ചിലർ പറയുന്ന എല്ലാം സാത്താൻ കൊണ്ട്. ഈ സാത്താൻ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം ഒന്നും സാത്താൻ്റെ അല്ല. വേണ്ട, സാത്താനെ കൂടുതൽ 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 നമ്മളങ്ങ് വലുതാക്കും. സാത്താനാ പിന്നെ നമ്മളെ ഭരിക്കുന്നത്. എല്ലായ്പ്പോഴും സാത്താൻ്റെ പേര് പറയരുത്. സാത്താൻ്റെ പേര് പറഞ്ഞാൽ ആ സാത്താൻ നമ്മളെ വിട്ടുപോകില്ല, നമ്മുടെ കൂടെ തന്നെ നിൽക്കും. നമ്മൾ പോകുന്നിടത്തല്ല, നമ്മുടെ ജോലിയിലും വരും, നമ്മുടെ ചർച്ചിലൊക്കെ വരും സാത്താൻ. അറിയത്തില്ല. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? സാത്താനെ നിർത്തേണ്ടത് നിർത്തണം.
എപ്പോഴും സാത്താൻ്റെ പേര് പറയരുത്. പ്രിയമുള്ളവരെ, ചില പരീക്ഷകളിൽ കൂടി നമ്മളെ കർത്താവ് നടത്തും. ചില പ്രശ്നങ്ങളിൽ കൂടി കർത്താവ് നമ്മളെ നടത്തും. നമുക്കറിയാം, യോബിനെ പരീക്ഷിച്ചത് ആരാ? സാത്താനാ. ആ സാത്താൻ യോബിനെ പരീക്ഷിച്ചപ്പോൾ സാത്താനെ അനുവദിച്ച ദൈവമാ. അതുപോലെ തന്നെ നമുക്കറിയാം, യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ യോബിന്റെ എല്ലാം നഷ്ടപ്പെട്ടില്ലേ? വസ്തുവകൾ, തൻ്റെ മക്കൾ 10 പേര് എല്ലാം നഷ്ടപ്പെട്ടു. തൻ്റെ സ്നേഹിക്കുന്ന ഭാര്യ പോലും പറഞ്ഞ്, നീ ഇനിയെങ്കിലും ഈ ദൈവത്തെ കള. നോക്കുക, ഇനി ആരാ യോബിനുള്ളത് ലോകത്തിൽ? ലോകത്തിൽ ആരുമില്ല. യോബിന്റെ എല്ലാ സ്നേഹിക്കുന്നവരും യോബിൽ നിന്ന് ഒറ്റപ്പെട്ടു, യോബിനെ ഒഴിവാക്കിപ്പോയി. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ പരീക്ഷണത്തിൽ യോബിന്റെ വിശ്വാസം അന്ത്യത്തോളം നിലകൊണ്ടുവന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും പ്രശ്നമായിട്ടും യോബ് തന്റെ ദൈവത്തെ തള്ളിയില്ല. എത്രമാത്രം നമ്മൾ കർത്താവിനെ തള്ളുന്നു അല്ലേ? ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും നമ്മൾ നീറുന്നില്ലേ? ചെറിയ വിഷയങ്ങൾക്ക് പോലും നമ്മൾ കർത്താവിനെ ഒഴിവാക്കുന്നില്ലേ? നിന്റെ പ്രശ്നങ്ങൾ നീ കൂടുമ്പോൾ, നിന്റെ ജീവിതത്തിലെ വിഷമങ്ങൾ കൂടുമ്പോൾ, നീ കർത്താവിനോട് കൂടുതൽ അടുക്ക്. കർത്താവിനെ തള്ളാനല്ല, മറിച്ച് കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വാസം വർദ്ധിക്കട്ടെ. യെശയ്യാ 45:6-7 വായിക്കുമ്പോൾ, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെ സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയുണ്ടാക്കുന്നു, തിന്മയും സൃഷ്ടിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കൊടുങ്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലെ ഓരോ മുന്നറിയിപ്പാ. ഈ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആരാ? അത് നമ്മളെ കൂടുതൽ ചില വസ്തുതകൾ, സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. നമുക്കറിയാം, പ്രശ്നമില്ലാത്ത സമയത്തും നാം ദൈവമായിട്ട് ചെലവഴിച്ചാൽ, നമ്മൾ പ്രശ്നമുള്ളപ്പോഴല്ല ദൈവത്തെ വിളിക്കേണ്ടത്, മറിച്ച് പ്രശ്നമില്ലാത്തപ്പോഴും നാം ദൈവത്തിനായി നമ്മുടെ സമയത്തെ നമ്മൾ കൊടുക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കണം. കർത്താവ് ആരെന്ന് പഠിപ്പിക്കുവാൻ കർത്താവ് അവരെ കൊടുങ്കാറ്റിലേക്ക് കൊണ്ടുപോകുക. കർത്താവിനെ ഒന്ന് നേരിട്ട് അവർക്ക് കാണണം. കർത്താവിനെ ഒന്ന് കാണിക്കണം. കർത്താവിൻ്റെ ഒറിജിനാലിറ്റി, അസലിയത്ത് കർത്താവ് അവരെ പഠിപ്പിക്കാൻ വേണ്ടി എന്തെടുത്തു? അവരെ കൊടുങ്കാറ്റിലേക്ക് തള്ളിവിടുകയാണ്. മർക്കോസ് 4:36 പറയുന്നത്, മറ്റ് ചെറുപടകുകളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ കൊടുങ്കാറ്റ് ശക്തമായപ്പോൾ കൂടെയുള്ള എല്ലാ ചെറുപടകളും തകർന്നു പോയി. പ്രശ്നങ്ങൾ കൂടുമ്പോൾ സ്നേഹിക്കുന്ന നിന്നെ തള്ളും. സ്വന്തക്കാർ നിന്നെ ഉപേക്ഷിക്കും. കണ്ടവർ പോലും കണ്ടില്ലെന്ന് നടിക്കും. ചെറുപടകളൊക്കെ തകർന്നു പോകും. നീ ഇല്ലാതാകും. നീ ഒറ്റപ്പെടും. ചെറുപടകളെ ആശ്രയിക്കരുത്. ഹല്ലേലൂയ, നീ ആ ദൈവത്തിലൊന്ന് ആശ്രയിച്ചു പോ. ഇവിടെ നമുക്കറിയാം, കർത്താവുള്ള പടകിൽ തിരകൾ അടിച്ചാലും അവർക്ക് ഭയമില്ല. കാരണം എന്താ? കർത്താവ് ഒരു സ്നേഹിതനെ പോലെ, മിത്രത്തെ പോലെ അവരുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവുള്ളപ്പോൾ എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിന് പരിഹാരം കർത്താവാണ് ഉത്തരവാദി. കർത്താവിനൊന്ന് വിളിച്ചാൽ മാത്രം മതി, നമ്മുടെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഒരു പാട്ടുകാരൻ പാടുന്ന 2 ലൈൻ പാടിയില്ലെങ്കിൽ അത് ശരിയാവില്ല. അതിങ്ങനെയാണ് ആ പാട്ട്. യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൽ മീതെ ഞാൻ ഓടും, താഴാതെ അവൻ കരം താങ്ങും, ചേരുകില്ല അവൻ പാദം ചേരും, താഴാതെ അവൻ ഉടം താങ്ങും, ചേരുകില്ല അവൻ പാദം ചേരും. പ്രതികൂലമെനിക്കെന്നും വരട്ടെ ലോകം, എന്നാലും പരിഹസിച്ചിടട്ടെ. പ്രതികൂലമെനിക്കെന്നും വരട്ടെ ലോകം, എന്നാലും പരിഹസിച്ചിടട്ടെ. പാട്ടുകൾ പാടി ഞാൻ പോകും, കുരിശിന്റെ ജയ കൊടിയേന്തി. പാട്ടുകൾ പാടി ഞാൻ പോകും, കുരിശിന്റെ ജയ കൊടിയേന്തി. യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൽ മീതെ ഞാൻ ഓടും,
താഴാതെ അവൻ കരം താങ്ങും, ചേരുകില്ല അവൻ പാദം ചേരും. താഴാതെ അവൻ കരം താങ്ങും, ചേരുകില്ല അവൻ പാദം ചേരും. പ്രിയനേ, നാം കർത്താവിനെ സേവിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവന് വിട്ടുകൊടുക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് ഉത്തരം തരും. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ പ്രശ്നങ്ങൾ മാറും. ഇന്ന് നിന്റെ വഴി അടഞ്ഞിരിക്കുകയാണ്, എന്നാൽ അടഞ്ഞ വഴികളെ തുറക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. ചിലപ്പോൾ നിനക്ക് പ്രതീക്ഷിച്ച പോലെ ഉത്തരം ലഭിച്ചില്ല, അതും കർത്താവിൻ്റെ ഉദ്ദേശമാണെന്ന് മനസ്സിലാക്കണം. കർത്താവിന് ഓരോ വിഷയങ്ങളെക്കുറിച്ചും ഒരു പർപ്പസ് ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്കറിയാം, പ്രശ്നങ്ങൾ കൂടിയപ്പോൾ ആ 3 ബാലന്മാർ ആരൊക്കെയാണെന്നറിയാമോ? ശദ്രക്ക്, മേശക്ക്, അബേദനെഗോവ്. ശദ്രക്ക്, മേശക്ക്, അബേദനെഗോവ് അവരെന്തെടുത്തു? അവർ സേവിച്ച ദൈവത്തെ അവർ ഉപേക്ഷിച്ചില്ല. ഇപ്പോൾ ചിലരെന്ത് ചെയ്യുന്നറിയാമോ? അവർ സ്ഥലമൊക്കെ മാറുമ്പോൾ പിന്നെ അവിടെ ചില ദൈവത്തെ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നെബൂഖദ്നേസറിന്റെ ആജ്ഞകളെ അവർ ധിക്കരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അവരെ 3 പിടിച്ചു കെട്ടി തീച്ചൂളയിലിടുകയാണ്. നെബൂഖദ്നേസർ വന്നപ്പോൾ തീച്ചൂളയിലുണ്ട്. അവര് എന്തെടുത്തു? ആ തീച്ചൂളയുടെ ചൂടിനെ 7 മടങ്ങായി വർദ്ധിപ്പിക്കാൻ നെബൂഖദ്നേസർ ആജ്ഞാപിക്കുക. പക്ഷേ ആ തീച്ചൂളയിലേക്ക് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ആ പിടിച്ചുകൊണ്ടുവരെല്ലാം എരിഞ്ഞുപോയി. അവരുടെ അവരെല്ലാം എരിഞ്ഞുപോയി. അവരെല്ലാം വാനിഷായി. എന്നാൽ ആ തീച്ചൂളയിൽ 3 പേരെ കൂടാതെ ഒരുവൻ കൂടി, ഒരു മനുഷ്യപുത്രനോട് സാദൃശ്യമുള്ളവൻ അവരുടെ കൂടെ ഒരു കൂട്ടുകാരനായി അവരെ ആശ്വസിപ്പിക്കാൻ, അവർക്ക് ആശ്വാസം കൊടുക്കുവാൻ, അവരുടെ രക്ഷയ്ക്കായി അവരുടെ കൂടെ ഉണ്ടെന്നൊരു 4ാമതൊരു വ്യക്തിയെ നെബൂഖദ്നേസർ കാണുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ, പ്രതികൂല അവസരങ്ങൾ ഏറുമ്പോൾ, ജീവിതം കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ, ജീവിതം സങ്കീർണമാകുമ്പോൾ, ഞാൻ പറയുന്നു, കർത്താവ് നിന്റെ ആശ്വാസത്തിന് കടന്നു വരും. അവൻ നിന്നെ വിടുവിക്കും. നിന്റെ പ്രശ്നങ്ങൾ ഏറുമ്പോൾ പ്രിയമുള്ളവർ, എന്താണ് നാം ചെയ്യേണ്ടത്? കർത്താവിനെ നീ വിളിച്ചുണർത്തണം. അവൻ ഉറങ്ങാൻ നീ അനുവദിക്കരുത്. നിന്റെ വിഷയങ്ങളിൽ നീ കർത്താവിനെ നീ പിൻപറ്റണം. കർത്താവേ എന്ന് വിളിക്കുമ്പോൾ അവൻ നിനക്ക് ഉത്തരവുമായി കടന്നു വരും. അവൻ അമരത്ത് നിന്നെ കണ്ടുകൊണ്ട്, നിന്റെ വേദന കണ്ടുകൊണ്ട് അവൻ ഉറങ്ങുകയില്ല. അവൻ എഴുന്നേൽക്കും, നിനക്ക് ആശ്വാസം തരും. പ്രിയമുള്ളവരെ, കർത്താവ് ഉറങ്ങുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾ കൂടുമെന്ന് നീ മനസ്സിലാക്കണം. കർത്താവിന് ഉറങ്ങുവാൻ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ കർത്താവിന് ഉറങ്ങുവാൻ നീ അനുവദിച്ചുകൂടാ. കർത്താവിൻ്റെ ജീവിതത്തിൽ ഉറങ്ങരുന്ന ദൈവത്തിന് ഉറങ്ങിയാൽ സംഭവിക്കും, നിനക്ക് ദൈവത്തിൽ നിന്നൊരു ബന്ധമില്ലാതായി മാറും. ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ ഈ വിഷയം ഇവിടെ കൺക്ലൂഡ് ആഗ്രഹിക്കുകയാണ്. എന്ത്? കർത്താവിനെ വിളിച്ചുണർത്തുന്ന ശിഷ്യന്മാരെ നമുക്കിവിടെ കാണാൻ. മർക്കോസ് 3:4-38 അവർ പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രിയരെ, നമ്മുടെ വിശ്വാസപ്പടകിൽ യേശുവുണ്ട്. ഇൻ റിയലി ദ ലോർഡ് വാസ് വിത്ത് ദം ഇൻ ദ സ്റ്റോം. ആ കൊടുങ്കാറ്റിൽ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു അവരുടെ കൂടെയുണ്ട്. നീ ധരിക്കേണ്ട നിന്റെ പ്രശ്നത്തിൽ നീ തകർന്നു പോയെന്ന്. നീ ധരിക്കേണ്ട നിന്റെ പ്രശ്നത്തിൽ നീ ഒറ്റപ്പെട്ടു പോയെന്ന്. നീ കണ്ണൂർ നോക്ക്. നിന്റെ ദൃഷ്ടി തുറക്കട്ടെ. യേശു നിന്റെ കൂടെ ഉണ്ട്. ആ യേശു അവരുടെ കൊടുങ്കാറ്റ് തന്നെ ഉണ്ട്. യേശു അവരെ കൊടുങ്കാറ്റ് തള്ളിവിട്ടിട്ട് യേശു ഒഴിഞ്ഞു മാറിയില്ല. യേശു അവരുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എബ്രായർ 13:5 വായിക്കുമ്പോൾ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞ വാഗ്ദാനം. I will never desert you, nor will I ever forsake you. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുന്നവനല്ല. നമ്മൾ കർത്താവിനെ ഉപേക്ഷിക്കും, പക്ഷെ ആ കർത്താവ് നമ്മളെ ഉപേക്ഷിക്കില്ലെന്ന് മനസ്സിലാക്കണം. റോമർ 8:38-39 വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നു, നോ ട്രയൽ ക്യാൻ സെപ്പറേറ്റ് us from the love of God which is Christ Jesus our Lord. എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ ഒരു ശക്തിക്കും എന്നെ വേർപിരിക്കുവാൻ കഴിയയില്ല. പ്രിയമുള്ളവരെ, എന്തും വരട്ടെ ജീവിതത്തിൽ, നഗ്നത, ആപത്ത്, വാള്, എന്തും പ്രശ്നങ്ങൾ കടന്നു വരട്ടെ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നമ്മളെ വിടുവിക്കും. നമ്മളെ വിശ്വസിക്കണം.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവസ്നേഹത്തെ അത് നമ്മൾക്ക് കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മൾ വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. നമ്മൾ വിശ്വസിക്കണം. ദാനിയേൽ 3-ാം അധ്യായം 24-25 നമ്മളൊരു വാക്യം ഇങ്ങനെ കാണുന്നു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച വേഗത്തിൽ എഴുന്നേറ്റ മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരല്ലയോ ബന്ധിച്ച നിലയിൽ തീയിട്ടത് എന്ന് ചോദിച്ചവർ, സത്യം തന്നെ രാജാവേ എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ എന്താണ് നെബൂഖദ്നേസർ കാണുന്നത്? 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുകയാണ്. പ്രിയമുള്ളവരെ, 4 പുരുഷന്മാർ. ഇവിടെ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും അവരുടെ ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റാണ് വന്നത്. അവരുടെ ജീവിതത്തിലൂടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് വന്നത്. എന്നാൽ അവരെ രക്ഷിക്കുവാൻ ആരുമനാഥൻ ആ തീക്കുള്ളിൽ കടന്നു വന്നു. നമ്മൾ വായിക്കുക. നമ്മൾ ഏത് പ്രശ്നങ്ങളിലും, കൊടുങ്കാറ്റ് പോലുള്ള അവസ്ഥയിലും, രോഗങ്ങളിലും പ്രിയമുള്ളവരെ നമ്മളെ വിടിവിക്കുവാൻ അവൻ ഇറങ്ങി വരും. നമുക്ക് പ്രാർത്ഥനയ്ക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടാം. നെബൂഖദ്നേസർ തീയുടെ ശക്തി കൂട്ടിയതുപോലെ ശക്തി കൂട്ടുന്നതാണ് പ്രാർത്ഥന. ഈ ഗ്രൂപ്പിൻ്റെ ഒരു സ്ലോഗനാണ് എന്ത്? പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയം വരട്ടെ, നിന്റെ പ്രാർത്ഥന നീ വർദ്ധിപ്പിക്ക്. പ്രാർത്ഥനയുമായി നീ മുന്നോട്ട് പോക. നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഒരു പോയിന്റ്, വി മസ്റ്റ് ട്രസ്റ്റ് ജീസസ് ഇൻ ദ സ്റ്റോം ഓഫ് ലൈഫ്. കൊടുങ്കാറ്റ് പോലുള്ള വിഷയങ്ങളിൽ നാം കർത്താവിനെ കൂടുതലായി നമ്മൾ ആശ്രയിക്കണം. നമ്മുടെ രോഗശൈലിയിലും കടബാധ്യതകളിലും നമ്മുടെ മറ്റു പ്രശ്നങ്ങളിലും എന്താണ് ചെയ്യേണ്ടത്? ലോകത്തിന്റെ മുഖത്തല്ല നോക്കേണ്ടത്, മറിച്ച് നമ്മൾ കർത്താവിൽ ആശ്രയിക്കാം. ലൂക്കോസ് 8:25 യേശു ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. വേർ ഈസ് യുവർ ഫെയ്ത്ത്? ഇത് നമ്മളോടാ ചോദിക്കുന്നത്. ചെറിയ പനി വരുമ്പോഴും ചെറിയൊരു തലവേദന വരുമ്പോഴും നമ്മൾ വാവിട്ട് കരയുന്നവരാ. അവിടെ നമ്മൾ കരഞ്ഞാൽ കർത്താവിനെ തള്ളി എന്നതിൻ്റെ അർത്ഥം. നമ്മൾ കർത്താവിൻ്റെ വിശ്വാസം കുറയുന്ന അതിൻ്റെ അർത്ഥം. ഇവിടെ നമുക്കറിയാം, ശക്തമായ പ്രതികൂലമാണ്, പടക് മുങ്ങുകയാണ്. യേശു കൊടുങ്കാറ്റിനെ മാത്രമല്ല ശിഷ്യന്മാരെയും അവരെ കർത്താവ് ശാസിക്കുന്ന രീതിയാണ് കാണുന്നത്. യേശു കൊടുങ്കാറ്റിനെ ശാസിച്ചു, ആ തിരമാലകളെ ശാസിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ ശിഷ്യന്മാരെ യേശു ശാസിക്കുക. അതെന്തിന്? അതിൻ്റെ അർത്ഥം അവിടെ നമുക്കറിയാം, അവർ ശാന്തമായി അവർ പോകുകയായിരുന്നു. ഒരു പ്രശ്നവുമില്ല. പെട്ടെന്നാണ് ചുഴലിക്കാറ്റും പെട്ടെന്നാണ് പ്രശ്നങ്ങളും കടന്നു വന്നത്. ഇവിടെ ചിലർ പറയും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വി ക്യാൻ ഹാൻഡിൽ ഇറ്റ്. പ്രശ്നമൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല, എൻ്റെ ജീവിതമൊക്കെ കറക്റ്റാണ്. എന്നാൽ ഒട്ടും നനയ്ക്കാത്ത വേളയിലാണ് പ്രിയമുള്ളവരെ ശക്തമായ പ്രശ്നങ്ങൾ നിന്നെ മൂടാൻ പോകുന്നത്. നീ വാവിട്ട് നിലവിളിക്കും, കരയും, അയ്യോ എനിക്ക് ആരുമില്ലേ എന്ന്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ബലഹീനതകളെ അത് കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം കർത്താവിന്റെ ശക്തിയിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. പുതിയ വഴികളെ നാം കർത്താവിന്, ആ വഴികൾ കർത്താവ് നമുക്ക് തുറന്നു തരും. വഴി അടയുമ്പോൾ ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ നമ്മൾക്ക് സിഗ്നൽ തരും, നീ ഈ വഴിയെ പോകും. ഇവിടെ നമുക്കറിയാം, പ്രശ്നങ്ങൾ വരുമ്പോൾ, കൊടുങ്കാറ്റ് വന്നപ്പോൾ ശിഷ്യന്മാർ കരഞ്ഞു പറഞ്ഞു, മാസ്റ്റർ വി ആർ പെരിഷിംഗ്. കർത്താവേ ഞങ്ങൾ നശിക്കുകയാണെന്ന് അവർ കരഞ്ഞുകൊണ്ട് പറയുക. കർത്താവേ ഞങ്ങളെ രക്ഷിക്കൂ, കർത്താവേ ഞങ്ങളെ ആശ്വസിപ്പിക്കൂ, കർത്താവേ ഞങ്ങൾ നശിക്കുന്നു എന്നവർ വിളിച്ചു പറയുക. നമുക്കറിയാം, പ്രശ്നങ്ങളാകുന്ന കൊടുങ്കാറ്റ് വരുമ്പോൾ നാം കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെ ഓർക്കണം. അവൻ നമ്മളോട് പറഞ്ഞ ചില പ്രോമിസസ് ഉണ്ട്. യേശു എഴുന്നേറ്റ് കാറ്റും കടലും ശാസിച്ചു. ഉടനെ നമുക്കറിയാം, കാറ്റും കടലും ശാന്തമാകുക. കാറ്റും കടലും ശാന്തമാകാൻ അവൻ ആരാ? ആ കാറ്റും കടലിനെയും സൃഷ്ടിച്ചവനാണ് ഈ കർത്താവ്. പ്രിയമുള്ളവരെ, നമുക്കൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കൊടുങ്കാറ്റ് യേശുവിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ വെളിപ്പെടുത്തുകയാണ്. സ്റ്റോം റിവീൽ അവർ ഡിസ്റ്റോർട്ടഡ് വ്യൂ ഓഫ് ദി ലോർഡ് ജീസസ്. കർത്താവിനെ ശരിയായി മനസ്സിലാക്കാൻ ഈ കൊടുങ്കാറ്റ് സഹായിക്കുന്നുണ്ട്. 8:25 ശിഷ്യന്മാർ ചോദിക്കുന്നു, ഹൂ ദൻ ഈസ് ദിസ്? ഹൂ ദൻ ഈസ് ദിസ് മീൻസ്, അപ്പോൾ ഇവൻ ആരാണ്?
ശിഷ്യന്മാർക്ക് സംശയം കൂടി, ശിഷ്യന്മാർക്ക് അത്ഭുതം കൂടി. ഇവൻ ആരാ കാറ്റും കടലും അനുസരിക്കാൻ? ശിഷ്യന്മാർ യേശു ആരാണെന്ന് അറിഞ്ഞിരുന്നില്ല. നാം പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ബുദ്ധിയെയാണ് ഉപദേശിക്കുന്നത്, നമ്മുടെ ബുദ്ധിയിൽ കൂടെ നടക്കുന്നത്. നമുക്കറിയാം, ശിഷ്യന്മാർ യേശു ആരാണെന്ന് അറിയാതെ, ശക്തി അറിയാതെ പറയാണ്, ലോർഡ് ഡോണ്ട് യു കെയർ ദാറ്റ് വി ആർ പെരിഷിങ്. കർത്താവേ, നീ അറിയുന്നില്ലേ ഞങ്ങൾ നശിക്കുന്നല്ലോ. കർത്താവേ, നമ്മളും അങ്ങനെയല്ലേ കരയുന്നത്? എൻ്റെ കർത്താവേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കർത്താവ് എന്നൊക്കെ നമ്മൾ കർത്താവിനോട് പിറുപിറുക്കാറുണ്ട്, മർമറിങ്. എന്നാൽ കർത്താവ് എന്താ പറയുന്നത്? 1 പത്രോസ് 5:6-7 വായിക്കുമ്പോൾ, അവൻ നിങ്ങൾക്കായി കരുന്നതാകയാൽ നിങ്ങൾ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങളാകുന്ന കൊടുങ്കാറ്റിന്റെ വേളയിൽ നമ്മെ കരുതുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് നാം വിശ്വസിക്കണം. നീ പ്രശ്നങ്ങൾ കണ്ട് ഭയപ്പെടരുത്, പ്രശ്നങ്ങൾ കണ്ട് നീ പുറകോട്ട് പോകരുത്, പ്രശ്നങ്ങൾ വരുമ്പോൾ നീ കർത്താവിൽ നിന്ന് അകലരുത്. പ്രശ്നങ്ങൾ കാണുമ്പോൾ പ്രശ്നത്തെ നീ അവിടെ സാമന ചെയ്യണം, അതിനെ നീ അതിനെ നേരിടണം. നിനക്കറിയാം, ഗോലിയാത്തും ദാവീദ് ഒരു ചെറിയ ബാലനല്ലേ. ഗോലിയാത്ത് 6-7 അടി ഉയരമുള്ള മനുഷ്യനാണ്. ആ ഗോലിയാത്തിനെ കണ്ട് ഈ ചെറിയ ബാലനാകുന്ന ദാവീദ് ഭയപ്പെട്ടൊന്നുമില്ല കേട്ടോ. കാരണം അഭിഷേകമുണ്ട് ദാവീദിന്, ദർശനമുള്ള ദാവീദ, കർത്താവ് കൂടെയുള്ള ദാവീദ. ആ ദാവീദ് വലിയ മനുഷ്യനെ കണ്ടിട്ട് ആചാനുബാഹുവോ, പക്ഷെ ഭയപ്പെട്ടൊന്നുമില്ല. നീ പ്രശ്നങ്ങൾ കണ്ട് ഭയപ്പെടരുത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ വന്നപ്പോൾ ചെങ്കടലിൽ വന്നു. ചെങ്കടൽ കണ്ടില്ല, വെള്ളം കണ്ട് അവർ ഭയപ്പെട്ടു. നീ ഏത് വിഷയത്തെ ഭയപ്പെടുന്നുവോ ആ വിഷയത്തെ അനുകൂലമാക്കാൻ, നിന്റെ ഹിതത്തിനാക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. എങ്ങനെ? ആ ചെങ്കടലിൽ കൂടൊരു വലിയ എക്സ്പ്രസ് വേ, ഒരു നാഷണൽ ഹൈവേ അവിടെ കർത്താവ് വെട്ടിയൊരുക്കി. ആ ഇരുവശത്തും വെള്ളം അവർക്ക് മതിലായി നിന്നു അവിടെ എഴുതിയിരിക്കുന്നത്. നീ ഏത് വിഷയത്തെ ഭയപ്പെടുന്നുവോ ആ വിഷയത്തെ നിനക്ക് അനുകൂലമാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നീ വിശ്വസിക്കുക, നിന്റെ വിശ്വാസം അതാ കർത്താവ് പറഞ്ഞ, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ. വിശ്വാസം കടുകുമണി പോകണമെന്നല്ല, മറിച്ച് നിന്റെ വിശ്വാസം ഉറപ്പുള്ളതായിരിക്കണം. നീ ക്ലോക്കിന്റെ പെൻഡലം പോലെ ആടുന്ന വിശ്വാസം ആകരുത്. ഇവിടെ എൻ്റെ നാട്ടിൽ ഞാനിപ്പോൾ താമസിക്കുന്നിടത്ത് ഒരു സഹോദരി +2 പഠിച്ചു, ജയിക്കുമെന്ന് ഉറപ്പില്ല. പോയി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ അവരുടെ റൂമിലിരുന്ന എല്ലാ അന്യദ്രവ്യങ്ങളെല്ലാം മാറ്റി, കർത്താവിൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് വെച്ചു. റിസൾട്ട് വന്നു. എന്താണ് പറ്റിയെന്നറിയാമോ? ആ കുട്ടി തോറ്റുപോയി. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും എടുത്തു മാറ്റിയതൊക്കെ വീണ്ടും എടുത്തു വെച്ചു. ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ വിശ്വാസം. നിന്റെ വിശ്വാസം ഉറച്ചതായിരിക്കണം. ശിഷ്യന്മാർക്ക് പ്രയാസം ഏറിയപ്പോൾ, പ്രിയമുള്ളവരെ, ആ കർത്താവ് അവർക്ക് വേണ്ടി ഉണരുകയാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രയാസങ്ങളിൽ, കഷ്ടതകളിൽ, നമ്മുടെ കണ്ണുനീരിന്റെ അവസ്ഥയിൽ, പ്രിയമുള്ളവരെ, അവൻ ആശ്വസിപ്പിക്കുവാൻ മകനെ, മകളെ എന്ന് വിളിച്ചുകൊണ്ട് നിന്റെ കണ്ണ് തുടയ്ക്കും, നിന്റെ അടുത്ത് വരും. എബ്രായർ 4:15 എഴുതിയിരിക്കും, നമുക്കുള്ള അതേ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. പ്രിയമുള്ളവരെ, ശിഷ്യന്മാർ കർത്താവിന്റെ ശക്തിയെ നേരിട്ട് കണ്ടു. He commands even the winds and the water, they obey him. നാം കരുതുന്നത് പോലെ, നാം ചിന്തിക്കുന്നത് പോലെ, പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അവനെ നീ മനസ്സിലാക്കുക. ഏത് തിരമാലകൾ വരട്ടെ, എന്ത് പ്രശ്നങ്ങൾ കടന്നു വരട്ടെ, എത്ര കൊടുങ്കാറ്റ് വരട്ടെ, നിന്റെ വിശ്വാസത്തെ തകർക്കുന്ന പ്രശ്നങ്ങൾ കടന്നു വരട്ടെ, നിന്നെ ആശ്വസിപ്പിക്കാൻ, അതിൽ വിടുതൽ നൽകുവാൻ ഈ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ചെറിയ പ്രശ്നങ്ങളിൽ പോലും നീ കർത്താവിനെ ആരാധിക്കണം. നിന്റെ ഉള്ളിലെ ഭയം മാറട്ടെ, നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. നീ ലോകത്തിന്റെ മുഖത്തേക്ക് നോക്കരുത്, മറിച്ച് ഹല്ലേലൂയ, നിന്റെ രോഗം മാറും, എൻ്റെ വേദന മാറും, എൻ്റെ പ്രയാസം മാറും, എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം തരും, എൻ്റെ കർത്താവ് എനിക്കൊരു വഴി തുറക്കും എന്ന് നീ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക. നിന്റെ പ്രശ്നങ്ങൾ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ വലിയ ചെറുതുമായ കൊടുങ്കാറ്റുകളെ മാറ്റുവാൻ അവൻ ശക്തനാണ്. ഈ സായം സന്ധ്യയിൽ ഈ പ്രത്യേക മീറ്റിങ്ങിൽ എനിക്ക് നൽകിയ അവസരത്തിനായി ഞാൻ പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ചീഫ് ഡയറക്ടറോട് ഉള്ള നന്ദിയെ രേഖപ്പെടുത്തി
തീർച്ചയായിട്ടും ഈ വിഷയം നിങ്ങൾക്ക് ആശ്വാസമായി ഞാൻ വിശ്വസിക്കുന്നു. ഇവതിനാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകണം. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിച്ച വചനത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഓരോരുത്തരും അനുഗ്രഹമായി അറിയുവാൻ കർത്താവെ നീ സഹായിക്കണം. ഓരോരുത്തരും നീ പിടിപ്പിക്കണം, പ്രശ്നങ്ങളെ നീ ഒഴിവാക്കണം. അവർക്ക് അവരുടെ ഏത് പ്രശ്നങ്ങൾ നീ പരിഹാരം കൊടുത്താണ് കർത്താവ്. വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ട സ്തുതി യേശുവിൻ നാമത്തിൽ തന്നെ.